بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു കുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ആ ഒരു വിഷയം നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പള്ളുരുത്തിയിലെ ഒരു സ്കൂൾ, സെന്റ് റീത്താസ് സ്കൂൾ, പബ്ലിക് സ്കൂളിൽ ഒരു കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തട്ടം ധരിച്ച് സ്കൂളിലേക്ക് വരണം എന്ന് അവിടെ അങ്ങനെ വന്നു എന്നതിന്റെ പേരിൽ കുട്ടിയുടെ പഠനം നിഷേധിക്കുകയും ഇന്ന് രാവിലെ കുട്ടിയുടെ രക്ഷിതാവ് ആ സ്കൂളിൽ നിന്ന് എൻ്റെ മകളെ ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് ഫേസ്ബുക്കിൽ ആ രക്ഷിതാവ് അറിയിക്കുകയും ചെയ്തത് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നിർബന്ധമായ ഒരു മുസ്ലിം ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ചിട്ടകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുസ്ലിമിന്റെ വേഷം എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന് യാതൊരു തരത്തിലും ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സുന്നത്തായി താടി വെക്കുന്നുണ്ട്, നമ്മുടെ സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ റമദാൻ മാസങ്ങളിൽ നമ്മൾ നമ്മുടെ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നവരുണ്ട്, പ്രവർത്തിപ്പിക്കുന്നവരുണ്ടാവാം. ഇങ്ങനെ നമ്മുടെ മതപരമായ പ്രാക്ടീസിന്റെ ഭാഗമായി മറ്റുള്ളവരെ ഒരു തരത്തിലും ദ്രോഹം ചെയ്യാത്ത രൂപത്തിലുള്ള പ്രാക്ടീസുകളെ ഭീകരവൽക്കരിച്ച്, അതിനെ പ്രശ്നവൽക്കരിച്ച് സമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുക്കുന്ന ഒരു പ്രവണത ഇന്ന് വളരെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തട്ടമിട്ട് സ്കൂളിൽ പോവുക എന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. വളരെ കാലം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം കുട്ടികൾ ഇപ്പോഴും 99% സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. സർക്കാർ സ്കൂളുകളിൽ അവിടുത്തെ യൂണിഫോം അംഗീകരിച്ചുകൊണ്ട് തന്നെ പോകുന്നു. പക്ഷേ ഇപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് അവർ വളരെ നോർമലായി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെപ്പോലും വളരെയധികം വിവാദമാക്കുകയും അതിനെയൊക്കെ വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആ കുട്ടിക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശമുണ്ട്. ആ കുട്ടിയുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള, നമുക്കൊക്കെ ഉള്ളതുപോലെ നമ്മുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ഇവിടുത്തെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ആ ഭരണഘടനക്ക് മുകളിലല്ല മറ്റേത് സംവിധാനങ്ങളും, രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏത് സംവിധാനങ്ങളും ഭരണഘടനയുടെ നിയമങ്ങൾക്ക് താഴെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി, ആ കുട്ടി ഒരു തട്ടം ധരിച്ചതിന്റെ പേരിൽ ആ സ്കൂളിൽ നിന്ന് പോകേണ്ടി വരുന്നു എന്ന് പറയുന്നത് എത്ര വേദനാജനകമാണ്. മാത്രമല്ല, ബൈബിള് പോലുള്ള വേദഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, തട്ടമിടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മൊട്ടയടിക്കണം എന്ന് പറഞ്ഞവരാണ് ബൈബിളിൽ കാണാം. പല അധ്യായങ്ങളിലായി നമുക്കത് വായിക്കാൻ കഴിയും. ഇങ്ങനെ സ്ത്രീകൾ ഇതേ കുട്ടിയോട് തട്ടമിടരുത് എന്ന് പറയുന്നവർ പോലും തലയിൽ തലമറച്ച കന്യാസ്ത്രീകൾ വന്നുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നതാണ് ഇതിന്റെ വിരോധാഭാസം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ മർമ്മപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ രക്ഷിതാക്കൾ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്. നമ്മുടെ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല നമ്മളെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടത്. നല്ലപോലെ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മത ആചാരങ്ങളെ മാറ്റിവെച്ച്, മതചിഹ്നങ്ങളെ മാറ്റിവെച്ച് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഏത് സ്ഥാപനങ്ങളിലേക്കും പറഞ്ഞേക്കാം എന്നൊരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം രക്ഷിതാക്കൾ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുമ്പോ മതത്തെ എങ്ങനെ ബലികഴിച്ചാലും വേണ്ടിയില്ല, നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. പക്ഷേ ഈ മതചിഹ്നങ്ങളെ മാറ്റിവെക്കുന്ന സാഹചര്യം വളരെ വ്യാപകമായുണ്ട്. നിങ്ങൾ ആലോചിച്ച്, ഇതേ സ്കൂളിൽ തന്നെ 2008 അവിടെ വേദപഠന ക്ലാസ്സിൽ നിർബന്ധിപ്പിച്ച് കുരിശ് വരപ്പിച്ചതിന്റെ പേരിൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ അത് ഒഴിവാക്കണം, മറ്റു മതങ്ങളിലുള്ള ആളുകളോട് ഈ ആചാരങ്ങൾ ചെയ്യിപ്പിക്കരുത് എന്ന് ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ നമ്മളിപ്പോ മുസ്ലിങ്ങൾ ധാരാളം പബ്ലിക് സ്കൂളുകൾ നടത്തുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നമ്മൾ തൊപ്പി
പലപ്പോഴും യൂണിഫോമിന്റെ ഭാഗമായി ധരിക്കാൻ പറയാറുണ്ട്, അതുപോലെ തട്ടം ധരിക്കാൻ പറയാറുണ്ട്. ഇത് ഇതര മതത്തിലുള്ള കുട്ടികളോട് നിർബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെന്റ് കേരളത്തിൽ ഉള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര മുസ്ലിം സ്ഥാപനങ്ങളിൽ മറ്റു മതത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെയൊന്നും അവരെ മുസ്ലിം കുട്ടികളല്ലാത്തവരോട് നിങ്ങൾ മദ്രസ ക്ലാസ്സിലിരിക്കണം, അല്ലെങ്കിൽ തൊപ്പി ധരിക്കണം, നിങ്ങൾ തട്ടം ധരിക്കണം, പോട്ടെ പൊട്ട് ധരിച്ചു വരുന്ന പെൺകുട്ടികളോട്, ഹിന്ദു പെൺകുട്ടികളോടോ മറ്റു മതത്തിലുള്ളവരോടോ അത് ഒഴിവാക്കണം എന്ന് പറയുന്ന മുസ്ലിം മാനേജ്മെന്റുകളുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, എത്രയെത്ര മുസ്ലിം സ്ഥാപനങ്ങളിൽ ഈ സ്ഥാപനത്തിന്റെ അധ്യാപകർ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരൊറ്റ ഇതര മുസ്ലിം ക്രിസ്ത്യാനിയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു മുസ്ലിം അധ്യാപകനോ അല്ലെങ്കിൽ ഒരു മറ്റു മതത്തിലുള്ള അധ്യാപകരോ ഇല്ല. ഇങ്ങനെ തങ്ങളുടെ അധീനതയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് മറ്റുള്ള മത ആളുകളെ അവിടെ എടുക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ ആചാരങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം. അവിടെ ഒരു കുട്ടി ഘട്ടം ധരിക്കണമെന്ന് പറഞ്ഞു വന്നാൽ അതിനെ നിഷേധിക്കാനുള്ള അവകാശം എന്താണ് ഈ രാജ്യത്തുള്ള ഒരു സ്കൂളിനോ അല്ലെങ്കിൽ മറ്റു മാനേജ്മെന്റിനോ ഉള്ളത്? ഇവിടെ മുസ്ലിം രക്ഷിതാക്കളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്നത്, ഞാൻ തീർത്തു പറയുന്നു, അത് മതപരമായി തെറ്റാണ്. അത്തരം കുട്ടികളെ പിൻവലിക്കൽ നിർബന്ധവുമാണ്. കാരണം എന്തുകൊണ്ട്? ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരാളോട് സംസാരിച്ചപ്പോ ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു സ്കൂളിൽ 10-30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു 10-20 വർഷം മുമ്പ് പഠിച്ചാണ്. അവിടെ സ്നേഹസേന എന്ന് പറയുന്ന ഒരു പുസ്തകം പഠിപ്പിച്ചിരുന്നു അത്ര അവരെയൊക്കെ. ഈ പുസ്തകം ബൈബിൾ ബേസ്ഡ് ആയ പുസ്തകമാണ്. നമ്മൾ മദ്രസ പാഠപുസ്തകങ്ങൾ ഏതെങ്കിലും ഹിന്ദു കുട്ടികൾക്ക് പഠിപ്പിക്കാറുണ്ടോ? ഇങ്ങനെ ഈ സ്നേഹസേന എന്ന് പറയുന്ന പുസ്തകം പഠിപ്പിക്കുന്നു, ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള. അത് എക്സാം നടക്കുന്നു, ക്രിസ്ത്യൻ പള്ളികളിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നു. എന്നാൽ ഇത്തരം മാനേജ്മെന്റുകൾ തന്നെ പള്ളികളിലേക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോലും വിടാത്ത സാഹചര്യം. ഇങ്ങനെ വർഗീയമായി മറ്റു മതങ്ങളെ മുഴുവൻ അപമാനിക്കുന്ന രൂപത്തിലുള്ള നിലപാടുകളുമായി ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഇത് വളരെ ചുരുക്കം ചില ആളുകളാണ് ഇതിന് പിന്നിൽ. എല്ലാ സ്ഥാപനങ്ങളിലുമല്ല. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ കുട്ടികൾ തട്ടം ധരിച്ചു വരുന്നുണ്ട്, വെള്ളിയാഴ്ച അവർ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന ഇടങ്ങളിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുകയും ഗവൺമെന്റിനെ പോലും വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാൻ. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വസ്ത്രം യൂണിഫോം ധരിക്കുമ്പോ എത്ര മുസ്ലിം സ്കൂളുകളുണ്ട്. മറ്റുള്ള അരമനകളിൽ നമ്മൾ ഇങ്ങനെ പോയി തേടി നിൽക്കേണ്ടത് ഇസ്സത്തില്ലായ്മയൊന്നും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുട്ടുവരെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നമ്മളെ കുട്ടികളെ ഇത്തരം സ്കൂളുകളിലേക്ക്, ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കാൻ ഒരു മടിയും നമ്മളെ രക്ഷിതാക്കളില്ല. 10ാം ക്ലാസ്സിലും 8ലും 9ലും പഠിക്കുന്ന മുതിർന്ന കുട്ടികളെ പോലും തട്ടം ധരിക്കാതെ പോവാൻ പറഞ്ഞേക്കാൻ രക്ഷിതാക്കൾക്ക് ഒരു മടിയുമില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട സ്കൂളിൽ പോലും 93 കുട്ടികൾ, ഏകദേശം 100ഓളം കുട്ടികൾ നിലവിൽ പഠിക്കുന്നത് ഇതേപോലെ തട്ടയിടാതെയാണ്. സ്കൂൾ വരെ തട്ടവും, സ്കൂളിലേക്ക് കയറുന്ന സമയത്ത് തട്ടം അഴിച്ച് ബാഗിൽ ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് കയറേണ്ട അവസ്ഥ. ഇതിന് രക്ഷിതാക്കളായ ആളുകൾ ഇത്രയും കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ, ഇത്രയും കുട്ടികളെ ഇത്രയും കാലം ഒരു പ്രശ്നമില്ലാതെ അവിടെ പഠിപ്പിച്ചു എന്നത് അവിടുത്തെ ആ രക്ഷിതാക്കളെ ഏറ്റവും വലിയ ക്രൂരതയാണ്. ഈ രക്ഷിതാക്കൾ നമുക്കിടയിലുമുണ്ട്. ഇത്തരം രക്ഷിതാക്കൾ പല നാടുകളിലും നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കുട്ടികൾ അവിടെ വിദ്യാഭ്യാസം നല്ല ഉഷാറാണെന്ന് എനിക്ക് പലപ്പോഴും പറയാം. ഈ ഏത് വിദ്യാഭ്യാസത്തിന്റെ പേരിലായാലും മതനിയമങ്ങളെ പരിഹരിക്കുന്ന രൂപത്തിൽ ഇത്തരം ഇടപെടലുകളിലേക്ക്, നമ്മുടെ വസ്ത്രം പൂർണ്ണമായി ധരിക്കാൻ പറ്റാത്ത രൂപത്തിൽ, അതല്ലെങ്കിൽ അവിടെ പോയി ഇത്തരം മതപരമായ ആചാരങ്ങൾ കുരിശ് വരുത്തുക എന്ന് പറഞ്ഞാൽ കടുത്ത തെറ്റാണ്. അത് അവര് ചെയ്യട്ടെ. നമ്മൾ അവരെ കൊണ്ട് നിസ്കരിപ്പിക്കാത്ത പോലെ തന്നെ അവരുടെ ആചാരങ്ങൾ നമ്മളോട് ചെയ്യിപ്പിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അത്തരം സാഹചര്യങ്ങളുടെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞേക്കാനും പാടില്ല. രക്ഷിതാക്കൾ തെറ്റുകാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ കൃത്യമായി തന്നെ ആ വിഷയങ്ങളിൽ നിലപാടെടുക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതല്ലെങ്കിൽ ആ രക്ഷിതാക്കൾ കുറ്റക്കാരാണ്. ഇനി അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം പഠിക്കാനില്ലെങ്കിലോ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നാട്ടിലെ പ്രമാണിമാർക്കുണ്ട്, നാട്ടിലെ ധനികർക്കുണ്ട്. അവിടെ മതേതരത്വം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അവരുടെ മത ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് പഠിക്കാനുള്ള ഭൗതിക സൗകര്യം ഒരുക്കൽ അവിടുത്തെ ധനികരായ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വവുമാണ്. അതുകൊണ്ട് നമ്മുടെ മതം ആചാരം എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് വരുമ്പോഴോ വിക്രമ മജ്‌ലിസിലേക്ക് പോകുമ്പോഴോ
ഇത് മാത്രം ഫോളോ ചെയ്യാനുള്ളതല്ല, അവന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും എല്ലാ അവസരങ്ങളിലും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും വലിയ വലിയ ക്യാമ്പസുകളിൽ നമ്മൾ കന്യാസ്ത്രീകൾ അവിടെ പഠിക്കാൻ വരുന്നത് അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്. ആരും പ്രശ്നം പറയാറില്ല, നമുക്കതിന് പ്രശ്നമില്ല, അങ്ങനെ തന്നെയാണ് വരേണ്ടത്. ശബരിമല സീസൺ വരുമ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ കൂട്ടുകാരായ ഹിന്ദു സുഹൃത്തുക്കൾ അവർ വരാറുള്ളത് കറുത്ത തുണി ധരിച്ചുകൊണ്ടാണ്, കാലിൽ ചെരുപ്പ് ധരിക്കാതെയാണ്, കഴുത്തിൽ മാലയിട്ടുകൊണ്ടാണ്. ഇങ്ങനെ വളരെ സൗഹൃദപരമായുള്ള ഒരു അന്തരീക്ഷത്തിലല്ലേ നമ്മുടെ ക്യാമ്പസുകൾ, സ്കൂളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇത്തരം രീതിയിലുള്ള വർഗീയമായ വിഷം തുപ്പി സമുദായത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന, അന്തസ് കെടുത്താൻ ശ്രമിക്കുന്ന, നമ്മുടെ ഇസ്സത്തിനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു രീതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൂടാ എന്ന് വളരെ കണിശമായി ആ ഒരു അഭിമാന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് വരുന്ന ഒരു സന്ദർഭമുണ്ട്. മഹാനവറുകൾ അവിടുത്തെ ഒട്ടകത്തിന്റെ ആ കടിഞ്ഞാണ് പിടിച്ച് കഴുത്തിൽ, മഹാനവറുകളുടെ 2 ചെരുപ്പുകളും കഴുത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഒട്ടകത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടി തടാകത്തിന്റെ സമീപത്തേക്ക് ഇങ്ങനെ പോയപ്പോ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അല്ലയോ ഖലീഫ, നിങ്ങൾ ഈ ഇസ്ലാമിക റിപ്പബ്ലിക് ഭരിക്കുന്ന ഭരണാധികാരിയാണ്, ഈ രാജ്യത്തിന്റെ ഈ മുസ്ലിം സമുദായത്തെ മുഴുവൻ നേതൃത്വം നിൽക്കുന്ന അമീറുൽ മുഅ്മിനീനാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആളുകൾ കണ്ടാൽ മോശമാണെന്ന് വിചാരിക്കുന്ന രൂപത്തിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് തോളിൽ നിങ്ങളുടെ ഹുഫ, ചെരുപ്പുകൾ നിങ്ങളുടെ തോളിലേറ്റി ഇങ്ങനെ നടക്കുന്നത് അവർ കണ്ടാൽ മോശമല്ലേ എന്ന് പറഞ്ഞപ്പോ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ, നമ്മൾ വളരെ നിന്ദ്യമായി ജീവിച്ചിരുന്ന ഒരു സമുദായമാണ്, ഒരു രീതിയാണ് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിരുന്നത്. പക്ഷേ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല നമുക്ക് വലിയ ഇസ്സത്ത് നൽകി. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയ ആ ഇസ്സത്തിനപ്പുറത്തേക്ക് മറ്റൊരു ഇസ്സത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പക്ഷം അല്ലാഹു തആല നമ്മളെ നിന്ദ്യമാക്കുമെന്ന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പേരിലായാലും നമ്മൾ ഒരിക്കലും നമ്മളെ മതചിഹ്നങ്ങളെ അത് കൃത്യമായി നമ്മളെ മക്കളെ ചെറുപ്പം മുതലേ ഫോളോ ചെയ്യിപ്പിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ പോലും ചെറിയ അല്പവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾ മുതിരുന്നുണ്ട് എങ്കിൽ ആ രക്ഷിതാക്കൾ കുറ്റക്കാരാണ്. അത്തരം പഠിക്കാൻ സാഹചര്യമില്ലാത്ത നാടുകളുണ്ടെങ്കിൽ അവിടുത്തെ ധനികരും കുറ്റക്കാരാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ ഭാവി, സമുദായത്തിന്റെ ഇസ്സത്ത്, അത് രണ്ടും വളരെ പ്രധാനം തന്നെയാണ്. സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരുടെ മുന്നിൽ ഇങ്ങനെ ഓചാനിച്ച് നിൽക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ മതങ്ങളോടും സൗഹൃദത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ, ഇവിടുത്തെ ഒരു സാമുദായിക അന്തരീക്ഷത്തിൽ, ഇവിടുത്തെ ഐക്യത്തിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വളരെ മനോഹരമായി ജീവിക്കുക. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ജീവിക്കുന്നതും. നമ്മൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നില്ല, നമ്മൾ തട്ടം ധരിച്ചുകൊണ്ടും നമ്മുടെ സാമുദായിക അടയാളങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ സർക്കാർ സ്കൂളുകളിൽ വളരെ സുന്ദരമായി നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും പഠിക്കുന്നുണ്ട്. എല്ലാവരോടും കൂടെ സ്നേഹത്തോടെ നമ്മൾ സന്തോഷത്തോടെ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഇസ്സത്ത് പണയപ്പെടുത്തുന്നത് അത് സമുദായത്തോടും പരിശുദ്ധ ദീനിനോടും ഒക്കെ ചെയ്യുന്ന വലിയ ദ്രോഹമാണ് എന്ന് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി എന്നോടും പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്സത്തുള്ള സമൂഹമായി, ഇസ്സത്തുള്ള മനസ്സുള്ളവരായി അല്ലാഹു തആല നമ്മളെയൊക്കെ മാറ്റി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.